ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം. അജിത് കുമാറിന്റെ വിശദീകരണം മുഖവിലയ്ക്ക് എടുക്കേണ്ടതാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. അച്ചടക്ക നടപടി DGP ആകാനുള്ള അജിത് കുമാറിന്റെ മോഹങ്ങൾക്ക് തിരിച്ചടിയുമായി. പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ ശ്രമിച്ചു എന്ന കണ്ടെത്തലിലാണ് നടപടി. UDF സർക്കാർ അധികാരത്തിലേറ്റ ശേഷം ആദ്യമുണ്ടായ തീരുമാനങ്ങളിലൊന്നായിരുന്നു കേസ് SITക്ക് വിടാനുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തില്ലാതിരുന്നതിനാൽ കേസിൽ ഇടപെട്ടിട്ടില്ല എന്നായിരുന്നു അജിത് കുമാറിന്റെ വാദം. ആഭ്യന്തര വകുപ്പിന്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഇനിയും നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മർദ്ദനത്തിനിരയായ AD തോമസ് MLA പറഞ്ഞു. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കേവലം ഞങ്ങൾക്കേറ്റ ആക്രമണത്തെ പ്രതിയല്ല ഞങ്ങളുടെ ഈ ഒരു പോരാട്ടം. ഇത് സംസ്ഥാന സർക്കാർ കേരളത്തിലെ പൊതുജനങ്ങളുടെ വികാരം ഏറ്റെടുത്ത് തീരുമാനമെടുക്കുമ്പോഴും ഇനിയും ഇവർക്കെതിരെ നിയമ നടപടികൾ പലതും വരേണ്ടതായിട്ടുണ്ട്. ആ നിയമ നടപടിയുടെ അവസാന നിമിഷം വരെയും അവസാന മിനിറ്റ് വരെയും നിയമപരമായി ഞങ്ങൾ പോരാടും. തീരുമാനത്തിൽ സംതൃപ്തിയെന്ന അജയ് ജുവൽ കുര്യാക്കോസ്. ഞങ്ങൾ ആദ്യം മുതൽക്കേ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഇത് ആര് പറഞ്ഞിട്ടാണ് ചെയ്തത്? അയാളല്ല എൻ്റെ കുറ്റക്കാരൻ. പ്രേരണാ കുറ്റം എന്ന് പറയുന്നൊരു കുറ്റമുണ്ടല്ലോ, അത് കൃത്യമായി ഈ കേസിൽ നടപടി. ഇതൊരു പ്രസിഡന്റ് ആവണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ ഈ മാസം 31 വിരമിക്കുമ്പോൾ DGP സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പേരാണ് MR അജിത് കുമാറിൻ്റേത്. സസ്പെൻഷനിലായതോടെ അജിത് കുമാറിനെ DGP സ്ഥാനത്തേക്ക് പരിഗണിക്കില്ല. ട്രിബ്യൂണലിനെ അടക്കം സമീപിച്ച് അച്ചടക്ക നടപടി മറികടക്കാനുള്ള നീക്കമാകും ഇനി അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.